ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. നമ്മുടെ ഈ ഒരു ലോകത്ത് ആൾക്കാർ ജീവിക്കാനായിട്ട് എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. എന്നാൽ കേട്ടാൽ അറക്കുന്ന ഞെട്ടിപ്പോകുന്ന പല ജോലികളും ചെയ്യുന്ന പല ആളുകളും നമ്മുടെ ഈ ഒരു ലോകത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ജോലികളെ കുറിച്ചൊന്നും യാതൊരു അറിവോ ഇല്ലാത്ത നമ്മുടെ കഥാനായികയായിട്ടുള്ള ഫർഹാന വീട്ടിലെ ദാരിദ്ര്യം കാരണം ഒരു കോൾ സെന്ററിൽ പോയിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫർഹാനയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അന്ന് വന്ന ആ ഒരു കോള് അതോടുകൂടിയിട്ട് ഫർഹാനയുടെ ജീവിതം തന്നെ മാറി മറിയാണ്. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഫർഹാനയുടെ ലൈഫ് തന്നെ ആകെ കുളം തോണ്ടി പോകുന്നുണ്ട്. അന്ന് വന്ന ആ ഒരു കോള് അതെന്തായിരുന്നു? ഫർഹാനെ വിളിച്ച ആ ആളുണ്ടല്ലോ, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? അവള് പോലും അറിയാതെ അവള് ചെന്നുപെട്ട ആ ഒരു വൃത്തികെട്ട ജോലി അതെന്തായിരുന്നു? എല്ലാം നമുക്ക് നേരെ കഥയിലേക്ക് പോയി കഥയിലൂടെ തന്നെ മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തില് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാർ, ചുറ്റും അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ആ കാറിന്റെ ഉള്ളിൽ ഇപ്പൊ രണ്ടാൾക്കാരെ കാണിക്കുന്നുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആ സ്ത്രീയുടെ പേര് സോഫിയ എന്നാണ്. രണ്ടുപേരും ആ ഒരു കാറിൽ വെച്ച് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഫിസിക്കൽ റിലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിന്നതിന് ശേഷം ഇവർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ഹോട്ടലിലേക്ക് വന്നതിന് ശേഷം ഈ സോഫിയ നന്നായിട്ടൊന്ന് കുളിച്ച് വൃത്തിയാവുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അയാളുമായിട്ട് ഇന്റിമേറ്റ് ആവുകയാണ്. ഇതേ നേരം തൊട്ടപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന ജോക്കറിന്റെ വേഷം കെട്ടിയ ഒരാൾ സോഫിയയുടെ റൂമിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദമെല്ലാം അത് കേട്ട് ആസ്വദിക്കുകയാണ്. പിന്നീട് ഇയാൾക്ക് കാമഭ്രാന്ത് ഇളകാൻ തുടങ്ങി. എനിക്കും അവളെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭ്രാന്തനുണ്ടല്ലോ, ഈ ജോക്കർ, ഇയാളുടെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു മുറിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അത് കാണിച്ചുകൊണ്ട് ഈ സീൻ ഇവിടെ കട്ടായി. ഇതിനുശേഷം നമ്മുടെ കഥാനായികയായിട്ടുള്ള ഫർഹാനെ കാണിക്കുകയാണ്. ഫർഹാനയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവിന്റെ പേര് കരീം എന്നാണ്. അതുപോലെ തന്നെ ഫർഹാനയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അവരുടെ ആ ഒരു കുടുംബത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ഫാമിലിയാണ്. ആരാധനയും വിശ്വാസമൊക്കെ എല്ലാം നല്ല രീതിയിൽ മുറുകെ പിടിച്ച് ആ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. പ്രധാനമായിട്ടും കരീമിന്റെ ഫാദർ ആള് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഓർത്തഡോക്സ് ആണ്. മാത്രമല്ല ഇവരുടെ ഫാമിലി ബിസിനസ് എന്ന രീതിയിൽ ഇവർക്കൊരു ചെരുപ്പ് കട ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫർഹാനയ്ക്ക് സ്വന്തമായിട്ടൊരു ഫോണൊന്നുമില്ല. അതുപോലെ വീട്ടില് ഒരുമാതിരി എന്താ പറയാ, ഒറ്റപ്പെട്ട് അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു പക്കാ ഹൗസ് വൈഫാണ് അവള്. സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ല കൂട്ടുകാരികളും വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കോമൺ ആയിട്ടൊരു ടെലിഫോൺ ഉണ്ട്, അതുവഴിയാണ് സംസാരിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഇതുപോലെ വല്ല ഫംഗ്ഷനും ക്ഷണിച്ചാൽ തന്നെ ഭർത്താവിന്റെ കൂടെ അല്ലാതെ അവൾക്ക് പോകാനേ പറ്റില്ല. അതായത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ ചെരുപ്പ് കട ബിസിനസ് അത് നോക്കുകയാണെങ്കിൽ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. വലിയ വരുമാനമൊന്നുമില്ല, ബിസിനസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തിൽ നല്ല ദാരിദ്ര്യമുണ്ട്. കുട്ടികളുടെ ഫീസ് വരെ സ്കൂളിൽ അടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഫർഹാന, അവൾ അത്യാവശ്യം പഠിച്ച ആളാണ്, അതുകൊണ്ട് ഞാനൊരു ജോലിക്ക് പോയിക്കോട്ടെ എന്ന് കരീമിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ കരീം പറയണേ, എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, എന്റെ ഉപ്പയുടെ കാര്യമൊക്കെ അറിയുന്നല്ലേ, നീ പറ്റെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ഫർഹാന ചെന്ന് ഉപ്പയോട് കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടക്കില്ല, സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് വേണം കുറച്ച് കഴിഞ്ഞ് 4 കാശ് സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം കയറിയിട്ട് പിന്നെ ഞങ്ങളെയൊക്കെ കയറി ഭരിക്കാനായിട്ട്, അതുകൊണ്ട് ആ പരിപാടി വേണ്ടാന്ന് പറയാം. ഫർഹാനയ്ക്ക് ഭയങ്കര വിഷമാവുന്നു. പിന്നീട് അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ ഭർത്താവായിട്ടുള്ള കരീമിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഫർഹാന അവളുടെ ഒരു പഴയ ഫ്രണ്ട് ആയിട്ടുള്ള നിത്യയെ കാണാൻ. നിത്യയെ കണ്ട സമയത്ത് അവളുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ജോബ് വേക്കൻസി ഉണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് ചോദിച്ചു നിത്യ. അതിന്റെ ആ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. എന്തായാലും ഞാൻ നോക്കാന്ന് ഫർഹാന പറഞ്ഞു. പിന്നീട് ഭർത്താവായിട്ടുള്ള കരീമിനോട് പറഞ്ഞിട്ട് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ഫർഹാനയ്ക്ക് ആ ഒരു ജോലി കിട്ടുന്നുണ്ട്. ജോലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നിന്നൊക്കെ ലോണ് വേണോ എന്ന് വിളിച്ച് നമ്മളെ വെറുപ്പിക്കുന്ന ഒരു പണിയില്ലേ, അങ്ങനത്തെ ആ ഒരു കോൾ സെന്ററിലാണ് ഇപ്പൊ ഫർഹാനയ്ക്ക് ജോലി ലഭിച്ചത്. അപ്പൊ ഞാൻ ഈ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് കരീമിനോട് ചോദിക്കുമ്പോൾ അവന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. അതുകൊണ്ട് ആ ഒരു ജോലിക്ക് പോയിക്കോ എന്ന് കരീം സമ്മതിക്കുകയാണ് കേട്ടോ. എന്തായാലും ഫർഹാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായി ഒരേ വീട്ടിലിരുത്തുന്ന തന്നെ സ്വന്തമായിട്ടൊന്ന് ഫ്രീഡത്തോട് കൂടിയിട്ട് പുറത്തു പോകാൻ ഇതുവരെയായിട്ടും അവൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ജോലി കിട്ടിയപ്പോൾ അവളുടെ മൈൻഡിന് തന്നെ ഭയങ്കര റിലാക്സ് ആയിരുന്നു. അങ്ങനെ ഈ പർദ്ദയെല്ലാം ധരിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് കരീം ഇപ്പോൾ ഫർഹാനെ വിളിക്കുന്നുണ്ട്, ഒന്ന് കടയിലേക്ക് പോകാന്ന് പറയണം. അവൾ കടയിലേക്ക് പോയി അപ്പൊ തന്നെ പുതിയ 2 ചെരുപ്പെടുത്ത് അവളുടെ കാലിലിട്ട് കൊടുക്കുകയാണ്. നോക്കിയും കണ്ടൊക്കെ പോകണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കെയറോട് കൂടിയിട്ടാണ് കരീം ഇപ്പോൾ ഫർഹാനെ അയക്കുന്നത്. ആൾക്ക് അതായത് കരീമിന് ഫർഹാനയോട് ഭയങ്കര സ്നേഹമൊക്കെയാണ് കേട്ടോ. എന്തായാലും പുതിയ ചെരുപ്പെല്ലാം ഇട്ടുകൊണ്ട് ഫർഹാൻ ഇപ്പൊ നേരെ ജോലിക്കായിട്ട് ഓഫീസിലേക്ക് പോകണം. അവിടെ തന്നെ നിത്യമുണ്ട്. അതേ ഓഫീസിൽ തന്നെയാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ സോഫിയും വർക്ക് ചെയ്യുന്നത്. അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഇതുവരെയായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടില്ല. എന്തായാലും ഇവരെല്ലാം ജോലി ചെയ്യുന്ന ആ ഒരു കോൾ സെന്റർ, അവിടെ പോയിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഫർഹാൻ ആ ഒരു ജോലിയെല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കുകയാണ്. പല ആൾക്കാരുടെ നമ്പേഴ്സ് ഉണ്ടാവും, ആ നമ്പറിൽ വിളിച്ചിട്ട് ലോൺ വേണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ അവൾ പഠിച്ചെടുത്തോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയത്താണ് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള നിത്യയ്ക്ക് ഇപ്പൊ അവളുടെ ആ ഒരു ജോലിയിൽ നിന്നും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, വിത്ത് കുറച്ചുകൂടെ കൂടിയ സാലറി. മാത്രമല്ല ഇവിടെ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് ഇനി നിത്യ പോകാൻ പോവുകയാണ്. അപ്പൊ ഫർഹാന ഇതെങ്ങനെ സംഘടിപ്പിച്ച് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ വല്ല വകുപ്പുണ്ടോ ചോദിക്കുമ്പോൾ ഇപ്പൊ ഫർഹാനയോട് നിത്യ പറയണം, അതൊന്നും നിനക്ക് സെറ്റ് ആവില്ല എന്ന് എപ്പോഴും ഫർഹാന ഈ ഒരു പ്രൊമോഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിത്യ അത് പറഞ്ഞു കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്തായാലും പോകെ മനസ്സിലാക്കാം. ഇതിനുശേഷം കരീമിന്റെയും അവന്റെ ഉപ്പാന്റെയും ആ ഒരു ചെരുപ്പ് കട കാണിക്കാനാണ്.
കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പോലീസുകാരി, ഒരു SI ആണ് കേട്ടോ, ലേഡി ഇൻസ്പെക്ടറാണ്. അവർ വന്നിട്ട് അവരുടെ ഷോയിന്റെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കുറച്ച് നല്ലൊരു ബിസിനസ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി പോലീസുമായിട്ട് ഇവർ നല്ല കമ്പനി ആവുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരുടെ കുടുംബം അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ സമയത്താണ് ഫർഹാനയുടെ ഒരു മോൾക്ക് തീരെ വയ്യാതാവുന്നത്. ആശുപത്രിയിൽ കൊണ്ടേ കാണിച്ചു. ആ സമയത്ത് നല്ല പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറയണം. എന്തോ ഒരു വലിയ സർജറി ഒക്കെ ചെയ്യണം. എന്തായാലും ഫർഹാനയുടെ കയ്യിലും അവളുടെ ഹസ്ബൻഡിന്റെ കയ്യിലും, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അതായത് കരീമിന്റെ ഉപ്പാന്റെ കയ്യിലും വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും കടം മേടിക്കാത്ത കരീമിന്റെ ഉപ്പയുണ്ടല്ലോ, കടം മേടിക്കുകയാണ്. കാരണം പേരക്കുട്ടിയുടെ ജീവനല്ലേ എല്ലാത്തിനേക്കാളും വലുത്. എന്നിട്ട് ആ കാശ് മതിയാവുന്നില്ല. ഫർഹാന ഓരോ മാസം ജോലി ചെയ്യുന്ന തുക മുഴുവനായിട്ടും ട്രീറ്റ്മെന്റിന് മാത്രമായിട്ട് മാറ്റി വെക്കുകയാണ്. അല്ലാതെ വേറൊന്നും ഇവർക്ക് മാറ്റി വെക്കാൻ കഴിയുന്നില്ല. ജീവിതം ഒരു വഴിക്കായി എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ ഫർഹാന റിയലൈസ് ചെയ്തു, ഈ മാസ ശമ്പളം കൊണ്ടൊന്നും എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജോലിയിൽ പ്രൊമോഷൻ മേടിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫർഹാന നേരെ ചെല്ലുന്നത് നിത്യയുടെ അടുത്തേക്കാണ്. അവള് വർക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ, അതെന്തായാലും കുഴപ്പമില്ല, എനിക്കും വരാൻ താല്പര്യം ഉണ്ടെന്ന് പറയണം. ഇപ്പൊ നിത്യ ചോദിക്കുകയാണ്, എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല നിത്യ, ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഓക്കെ, എന്നാ വാ എന്റെ ബോസിനെ കാണാന്ന് പറഞ്ഞിട്ട് നിത്യ ഇപ്പൊ ഫർഹാനിനും കൂട്ടിയിട്ട് നേരെ ബോസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരാഴ്ചയോളം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. അതുപോലെ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് കമ്പനിയുടെ റൂളാണ്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന് ശേഷം ജോലിയിൽ തുടരാന്ന് പറയാണ്. ഓക്കെ, അങ്ങനെ നിത്യയുടെ കൂടെ ഫർഹാൻ ഇപ്പോ ആ ഒരു കോൾ സെന്റർ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിത്യയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിത്യക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിത്യ പറയാണ്, ഹലോ സാർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറയൂ. ഇതേ നേരം തന്നെ അപ്പുറത്തിരിക്കുന്ന ആള് പറയാണ്, ഓക്കെ മാഡം, നിങ്ങളിപ്പോ എന്താ ധരിച്ചിരിക്കുന്നത്? ധരിച്ചതിന്റെ ഉള്ളിൽ എന്താണ്? അങ്ങനെ ഓരോ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഒരളവൊക്കെ നിത്യ അതിനൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ച് അയാൾക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഫർഹാനിക്ക് ഈ കോൾ സെന്റർ അതെന്താണെന്ന് മനസ്സിലാവുന്നത്. ആദ്യം തന്നെ നിത്യ ഫർഹാനിക്ക് വാണിംഗ് കൊടുത്തായിരുന്നു, എനിക്ക് ഒരിക്കലും ഇത് സെറ്റ് ആവില്ല, പൈസക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് തന്നെയാ കാര്യം. അതായത് 56565 ഈ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ചില കാമഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊത്ത് അല്ലെങ്കിൽ അവരോടൊപ്പം സംസാരിക്കാനായിട്ടുള്ള കുറെ അധികം ലേഡീസ് ഉണ്ടാവും. ഈ സർവീസ് അതിനുവേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ വിളിക്കും, അവർക്കൊപ്പം നല്ല രീതിയിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്യാൻ മീൻസ് അവരോട് ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെയാണെങ്കിലേ ഈ ഒരു സെക്ഷനിൽ വെച്ച് നല്ല സാലറിയും കിട്ടുള്ളൂ, അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും കിട്ടുള്ളൂ. എന്നാൽ നിത്യ കൊടുക്കുന്ന ആ ഒരു മറുപടി, അതുപോലെ തന്നെ ആ ഒരു ജോലി, അതിന്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ഫർഹാനിക്ക് ആകെ തല കറങ്ങുന്നത് പോലെയാവാണ്. നേരെ ബാത്റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ആ ഒരു മറുപടി, ഇതെല്ലാം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഒരു വല്ലാത്ത ഫീലിംഗ് അവൾക്ക്. എന്തായാലും ഈ ഒരു സെക്ഷൻ മാറിയിട്ട് പഴയ സെക്ഷനിലേക്ക്, അതായത് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുന്ന ആ സെക്ഷനിലേക്ക് തന്നെ പോയാലോ എന്ന് വരെ ഇപ്പൊ ഫർഹാൻ ആലോചിക്കുകയാണ്. എന്നാൽ ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടിലേക്കൊക്കെ വന്ന ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ അവളുടെ ആ ഒരു ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ കണ്ടിട്ട് ഭർത്താവായിട്ടുള്ള കരീം ചോദിക്കുകയാണ്, എന്താണ് ജോലിയിലെ പ്രശ്നമാണ് അത് എന്നിപ്പോ ഫർഹാന തലയാട്ടുന്നുണ്ട്. ഈ സമയത്ത് കരീം പറയാണ്, കടയിൽ പല സമയത്തായിട്ട് പലതരം ആൾക്കാർ കസ്റ്റമേഴ്സ് ആണ് വരുന്നത്. അതിൽ ചില ആൾക്കാരൊക്കെ ഹാപ്പി ആയിരിക്കും, ചില ആൾക്കാർ എന്നെ നല്ല തെറിയും വിളിച്ചാണ് പോവാറ്. എന്നാൽ ആ ഒരു തെറി വിളിച്ചു, ചീത്ത വിളിച്ചു എന്നൊക്കെ കരുതിയിട്ട് വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജോലി നടക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ജോലിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ജോലിയുടെ സമയം തീരുന്നത് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തലയിൽ വെക്കുക. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ നമ്മൾ കൂളാകുക, എല്ലാം മറന്നു കളയാം. കരീമിന്റെ ഈ ഒരു ഉപദേശം ഉണ്ടല്ലോ, അതെന്തായാലും ഫർഹാനിക്ക് നല്ലൊരു ഊർജ്ജം കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ, വൈകുന്നേരം വരെ ഇവിടെ ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് എല്ലാം മറന്നിട്ട് വീട്ടിലേക്ക് അങ്ങ് പോവുക. അങ്ങനെ രണ്ടും കൽപ്പിച്ച് കോൾ സെന്ററിലേക്ക് അവള് പോവുകയാണ്. അതുപോലെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു നിയമമുണ്ട്, സ്വന്തം പേര്, യഥാർത്ഥ പേര് ആ വിളിക്കുന്ന ആൾക്കാരോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ കോളിന് മറുപടി കൊടുക്കുന്ന ഫർഹാനി ആണെങ്കിൽ അവളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം പ്രൈവറ്റ് ആയിരിക്കും. ജസ്റ്റ് വിളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് മറുപടി കൊടുക്കുക, അവരൊന്ന് സൂചിപ്പിക്കുക, അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഫർഹാനെ കോൾ ചെയ്യാനായിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. വിളിക്കുന്ന ഓരോ ആൾക്കാരും അവർക്ക് അറപ്പ് തോന്നാൻ തുടങ്ങി. മധ്യവയസ്കർ മുതൽ കിഴവന്മാർ വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. വിളിക്കുക, ഓരോന്ന് പറയാം. അവൾക്കാകെ മടുപ്പ് തോന്നി തുടങ്ങിയപ്പോൾ. പക്ഷെ ഇവരെന്തൊക്കെ പറഞ്ഞാലും തിരിച്ചൊന്നും പറയാൻ പാടില്ല. കാരണം സദാസമയം ഇവർ സംസാരിക്കുന്നത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു 3 അംഗ സംഘം അവിടെ ഉണ്ടാവും. മാത്രമല്ല ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ റെക്കോർഡഡ് ആണ്. അതുകൊണ്ട് മറിച്ചൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഫർഹാനയുടെ ഈ ഒരു ബുദ്ധിമുട്ട്, ഫ്രസ്ട്രേഷൻ അത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരാൾ കൂടെ കാണുന്നുണ്ട്. ഒരു ചെറിയ പയ്യനാണ് രാഹുൽ. ഫർഹാന എന്തോ ഒരു ഗതികേട് കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് രാഹുലിന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചേച്ചിയെ കാണുന്നത് പോലെയാണ് രാഹുൽ ഇപ്പോൾ ഫർഹാനെ കാണുന്നത്. എന്തായാലും തുടർച്ചയായിട്ട് വളരെ മോശമായിട്ടുള്ള കോളുകൾ. അതിനിടയിൽ വീണ്ടും ഒരാൾ വിളിച്ച് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചാൽ അവളാകെ ഇല്ലാണ്ടായി എന്ന് പറയാം. അത് കട്ട് ചെയ്ത് അടുത്ത കോളിനായിട്ട് കാത്തിരിക്കുകയാണ്. പേടിച്ചാണ് അവൾ ആ ഒരു കോൾ എടുക്കുന്നത്. എന്നാൽ ആ വിളിച്ച ആള് പറയാണ്, മേഡം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ വളരെ മാന്യമായിട്ടേ സംസാരിക്കുകയുള്ളൂ. എന്തോ ഇത് കേട്ടപാടിന് ഫർഹാനയുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. അതുപോലെ ഈ ആള് വിളിച്ചിട്ട് പറയാണ്, മേഡം ഞാൻ നിങ്ങളെ വിളിച്ചത് തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ട്, ഏകാന്തതയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. മാന്യമായിട്ട് അതിന് മറുപടി ഇപ്പൊ ഫർഹാനയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആൾക്കാർ വിളിച്ച് സംസാരിച്ച് ഇതിനിടയിൽ ഇങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ അവളുടെ മനസ്സിന് ഒരു ആശ്വാസം തോന്നുകയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനായിട്ട് ഒരു കള്ളപ്പേരും രണ്ടുപേരും വെക്കുന്നു. അയാളുടെ കൂടെ കുറെ നേരം ഫർഹാന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ അയാളുടെ കൂടെ സംസാരിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാൾ ഒരു റിലാക്സേഷൻ അവൾക്ക് ഫീൽ
ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ ഫീൽ ആവാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ കരീമിന് ഫർഹാനയോട് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലുണ്ടല്ലോ ഇതുപോലെ മനസ്സ് തുറന്ന് ചുമ്മാ വെറുതെ ഇങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഭാര്യയാണ്, ഭർത്താവാണ്, സ്നേഹമുണ്ട്. ഇതിനപ്പുറം ഇവർക്കിടയിൽ ഒരു റൊമാൻസ് വേണമല്ലോ, അങ്ങനത്തെ ഒരു സംസാരമൊക്കെ വേണമല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്തായാലും അന്നേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഫർഹാന വന്ന് കോൾ എടുക്കുകയാണ്. ആദ്യത്തെ കോള് തന്നെ എങ്ങനെയായിരിക്കും എന്ന പേടിയിലാണ് കോൾ എടുക്കുന്ന അവള്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇന്നലെ വിളിച്ച അതേ ആള് തന്നെ. ആ ആളാണെന്ന് മനസ്സിലായപ്പോഴാണ് ഫർഹാനയ്ക്ക് മനസ്സിലൊരു ആശ്വാസം വന്നത്. അതുപോലെ ഇയാളോട് സംസാരിക്കാനായിട്ട് ഫർഹാന അവളുടെ പേര് മാറ്റി ഇഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റാളും ആനന്ദ് എന്നൊരു പേര് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു പയ്യനുണ്ടല്ലോ രാഹുൽ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ച അത് മുഴുവൻ ട്രെയിനിങ് ആണല്ലോ. അപ്പൊ മിക്ക സമയത്തും ഇയാൾ തന്നെയാണ് ഫർഹാനയെ വിളിക്കുന്നത്. ഫർഹാനയും ഒരു കുഴപ്പമില്ലാതെ ഇയാളുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവളുടെ ആ ഒരു ടോക്കിംഗ് ടൈം, അതിന്റെ ആ ഒരു ടൈമിംഗ് ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ട് തന്നെ ആ സെക്ഷനിൽ അവരുടെ ആ ഒരു ബോസിന് ഫർഹാനെ നന്നായിട്ട് ബോധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ജോലിക്ക് എന്തായാലും ഇവൾ ഓക്കെയാണ് അവർക്ക് മനസ്സിലായി. അതായത് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഇപ്പൊ ഫർഹാനെ തന്നെ ഒരാൾ വിളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ വിളിക്കണമെങ്കിൽ നല്ല പേയ്മെന്റ് ഈ ഒരു കമ്പനിക്ക് കൊടുക്കണം, അത് മണിക്കൂറിന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും നേരം ഒരാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് മറുപടി കൊടുക്കാനായിട്ട് ഫർഹാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തായാലും കമ്പനിക്ക് അതുപോലെ ഒരു സ്റ്റാഫിനോട് താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെ. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ ഫർഹാൻ ഇപ്പോൾ അയാളോട് സംസാരിച്ച് അയാളുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റാതെയായി. അങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ഇതേ സെക്ഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അത് കണ്ടപ്പോൾ നിത്യയ്ക്ക് ഒരു അത്ഭുതമായി. ഞാൻ വിചാരിച്ചു ട്രെയിനിങ് കഴിഞ്ഞാൽ നീ ഇതിട്ട് പോകുമെന്ന്. എല്ലടോ, ഞാൻ എന്തായാലും ഈ ഒരു സെക്ഷനിൽ ഇതിനെ വർക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു കോൾ സെന്ററിലേക്ക് അവൾ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോഴും വിളിക്കുന്നത് അതേ ആള് തന്നെ, ആനന്ദ്. അയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമാണ് ഫർഹാനയ്ക്ക് എപ്പോഴും ഒരു ആശ്വാസം തോന്നല് കേട്ടാ. ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഷെയർ ചെയ്യാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ ഈ വിളിക്കുന്ന ആളുണ്ടല്ലോ ആനന്ദ്, ഫർഹാനെ വിളിച്ചിട്ട് നീ സംസാരിക്കുന്നു വേണ്ട, വെറുതെ റിസീവർ അവിടെ ഓളിൽ നിന്നോട്ടെ എന്ന് പറയാണ്. അതായത് ഫർഹാനയ്ക്ക് ഇങ്ങനെ പോയിന്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫർഹാനയുടെ കാര്യം പറയുകയാണെങ്കിൽ അയാളുടെ ആ ഒരു ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാതെയായിട്ടുണ്ട്. ഇതിനിടയിൽ ഏത് ട്രെയിനിലാണ് അവൾ പോകുന്നത്, ഏത് വഴിക്കാണ് ഫർഹാന പോകുന്നത്, ഈ കാര്യമൊക്കെ ഈ ആനന്ദിനോട് പറയുന്നുണ്ട്. അപ്പൊ അവൾ സ്ഥിരം പോകുന്ന വഴിയിൽ ഒരു പിച്ചക്കാരന്റെ കയ്യിൽ അവൾക്കായിട്ട് ഈ വിളിക്കുന്ന ആനന്ദ് ഉണ്ടല്ലോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫർഹാന പോയിട്ട് അത് മേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു അത്. അതുപോലെ ഫർഹാന ഇപ്പൊ വീട്ടിലേക്ക് വന്ന സമയത്തൊക്കെ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ആകെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യമൊക്കെ കരീം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഉള്ളതുപോലെ മോഗിയായിട്ടുള്ള ഒരു ഫർഹാൻ അല്ല ഇപ്പോൾ ഉള്ളത്. ജോലിക്കൊക്കെ രാവിലെ നേരത്തെ പോകും കേട്ടോ. അത് ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ ഫർഹാനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫോൺ ചെന്ന് മേടിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫർഹാനെ ഹെൽപ്പ് ചെയ്യുന്നത് സോഫിയാണ് കേട്ടോ. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു ലേഡിയെ തന്നെ. അങ്ങനെ 1-2 ദിവസമായി ഇപ്പൊ ഫർഹാനിക്ക് ആ ആളുടെ ഭാഗത്തുനിന്ന് ഒരു കോളും വരുന്നില്ല. അതിനിടയ്ക്ക് ചില വാർത്തകളൊക്കെ കാണുന്നുണ്ട്, എന്തോ അപകടത്തിൽപ്പെട്ട് കുറച്ച് ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ. അപ്പൊ അവളുടെ ഉള്ളിൽ ഒരു പേടി തോന്നുകയാണ്. അവളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആ ആനന്ദ് അയാളും മരിച്ചു പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ. കാരണം ഈ 2 ദിവസമായിട്ട് ഒരു കോളും വരാത്തത് കൊണ്ടാണ് അവളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഒരു പേടി തോന്നിയത്. ഈ കാര്യം നിത്യയോട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഫർഹാന ആ ആളുടെ ശബ്ദം കേൾക്കാനായിട്ട് എത്രത്തോളം അഡിക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ ആനന്ദ് വിളിക്കുന്നുണ്ട് കേട്ടോ. ശബ്ദം കേട്ടപ്പോഴാണ് ഫർഹാനയ്ക്ക് സന്തോഷമായത്. അപ്പൊ അയാളോട് പറയുന്നുണ്ട്, എടോ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റാതെ എനിക്ക് ഇരിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്, ദയവ് ചെയ്ത് ഇതുപോലെ 2 ദിവസം ഒന്നും വിളിക്കാതിരിക്കല്ലേ, എല്ലാ ദിവസവും വിളിക്കണേന്ന് പറയണം. അതുപോലെ ഇനി നിങ്ങളെ കാണാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കാണണം പ്ലീസ്, ദയവ് ചെയ്തിട്ട് എന്നാ നമ്മൾ കാണുക. ഇതേ സമയം അയാൾ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അന്ന് നമ്മൾക്ക് കാണാന്ന് പറയാണ്. അതൊരു പെരുന്നാളിന്റെ ദിവസമായിരുന്നു. അന്ന് ബിരിയാണി എല്ലാം ഉണ്ടാക്കിയിട്ട് ആ ബിരിയാണിയുമായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരാന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നാളെ വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഫർഹാന ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സോഫി ഉണ്ടല്ലോ ഇതുപോലെ വിളിച്ച ഒരാൾ, ആ ആളുമായിട്ട് കമ്പനിയായിട്ട് അയാളുടെ കൂടെ ഇന്ന് വൈകുന്നേരം ഒരു ഡേറ്റിനായിട്ട് സോഫിയ പോകുന്നത്. ആ കാര്യം ഫർഹാന കാണുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം പെരുന്നാളാണ്. നല്ല ബിരിയാണി അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് കരീംബായി പറയുന്നുണ്ട്. അതായത് ഫർഹാനയുടെ ഹസ്ബൻഡ്. എന്നാൽ ഫർഹാന പറയണ എന്തോ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാൻ എങ്ങോട്ടും ഇല്ല, എന്നാ പിന്നെ കുട്ടികളുമായിട്ട് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഈ കരീംബായി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഫർഹാന ഒരു ഫർദയിലിട്ട് അതുപോലെ ബിരിയാണി ചെറിയൊരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് നേരെ അവിടുന്ന് ആ ഒരു വിളിച്ച ആളുണ്ടല്ലോ ആനന്ദ്, അയാൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. എന്നാൽ ഈ ഒരു കാര്യം കരീം യാദൃശികമായിട്ട് കാണുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. അവൾക്ക് തീരെ വയ്യാന്നല്ല പറഞ്ഞത്, പിന്നെ ഈ ഫർദ ഇട്ടുകൊണ്ട് കയ്യിൽ എന്തോ വെച്ചുകൊണ്ട് അവൾ എങ്ങോട്ടേക്ക് പോകുന്നത്, എന്തോ ചില സംശയങ്ങൾ തോന്നിയിട്ട് അപ്പൊ തന്നെ കരീംബായി അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഫർഹാനാണെങ്കിൽ നേരെ പോകുന്നത് ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ്. ട്രെയിൻ ഇറങ്ങി അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ പോയിട്ടിരിക്കുകയാണ്. അതായത് ഈ വിളിച്ച ആനന്ദിനെ കാത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇതേ നേരം ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന രാഹുൽ, അതായത് ഫർഹാനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഫർഹാനയുടെ ഹസ്ബൻഡും അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾ അറിയാതെ അവളെ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അക്ഷമയായിട്ട് ഫർഹാനയാണെങ്കിൽ ഈ ആനന്ദിനെ കാത്തുകൊണ്ട് അവിടുത്തെ ഒരു സീറ്റിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അവൾക്കൊരു കോള് വരികയാണ്. വിളിച്ചത് നിത്യയാണ്. വളരെ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നിത്യ ഇപ്പോൾ ഫർഹാനയോട് പറയുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം സോഫിയ കുറച്ച് പ്രായമുള്ള ഒരാളുമായിട്ട് ഡേറ്റിന് പോയായിരുന്നല്ലോ, അതിനുശേഷം അവൾ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ രാവിലെ അറിഞ്ഞ കാര്യം എന്താ വെച്ചാൽ സോഫിയ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതായത് ഇന്നലെ സോഫിയെ കൂട്ടിക്കൊണ്ടുപോയ ആളും അയാളുടെ കൂട്ടുകാരും ചേർന്ന് ഒരുമിച്ച് അവളെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. ഇത് കേട്ട പാടിന് ഫർഹാനയുടെ ഉള്ളിൽ ഒരു കാളൽ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കാരണവശാലും പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കാൻ പാടില്ല. ഇതുപോലെ സോഫിയ പേഴ്സണൽ ഡീറ്റെയിൽ
ഡീറ്റെയിൽ കൊടുത്തത് കൊണ്ടാണ് ആ ആള് വന്ന് അവളെ പിക്ക് ചെയ്തതും അതുപോലെ തന്നെ അവൾ ആ ആളുടെ കൂടെ ഡേറ്റിന് പോയതും അവസാനം സോഫി ഇപ്പൊ മരണപ്പെട്ടു പോയതും. അപ്പൊ ഫർഹാൻ ചിന്തിക്കുകയാണ്, അതുപോലെ തന്നെയാണെങ്കിൽ ഞാനും ഇതുപോലൊരു ട്രാപ്പിലായിരിക്കുമോ, എന്നെയും പെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതായിരിക്കോ, സോഫിയെ കൊടുത്തതുപോലെ തന്നെ ഞാനും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങൾ കൊടുത്തില്ലേ. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഈ ഒരു സമയത്ത് വരികയാണ്. ഇനി എങ്ങാനും എന്നെ തേടി വരുന്ന ആ ആനന്ദം ഒരു സൈക്കോ ആണെങ്കിൽ എന്നെ ക്രൂരമായിട്ട് കൊന്നുകളയില്ലേ. പേടിച്ചു പോയ ഫർഹാൻ ഒന്നും നോക്കിയില്ല. അവള് കൊണ്ടുവന്ന ആ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് ഒരൊറ്റ പോക്കാണ്. അതായത് അത് എടുക്കുന്ന കാര്യം തന്നെ അവള് മറന്നുപോയി. ട്രെയിൻ കയറി നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ദാണ്ടെ വീട്ടിൽ കുറച്ച് പോലീസുകാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഫർഹാനെ കുറിച്ച് ചോദിക്കാനല്ല, അവളുടെ സുഹൃത്തായിട്ടുള്ള സോഫിയെ കുറിച്ച് ചോദിക്കാനാണ്. മരിച്ചുപോയ സോഫിയുടെ പേഴ്സിൽ നിന്നും ഈ ഫർഹാനയുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫർഹാനയുടെ അടുത്തേക്ക് പോലീസ് വന്നത്. അപ്പൊ എങ്ങനെയാണ് ഫർഹാനയുടെ ആധാർ കാർഡ് സോഫിയുടെ കയ്യിൽ വന്നത്? ഇവിടെ വെച്ച് സത്യം പറയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അതായത് ഫർഹാന ഫോൺ ഉപയോഗിക്കുന്ന കാര്യം ഭർത്താവിനോ അയാളുടെ ഉപ്പയ്ക്കോ ആർക്കും അറിയില്ല കേട്ടോ. അപ്പൊ ഫോൺ എടുത്ത് അതിലേക്ക് ഒരു സിം മേടിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് എന്റെ ആധാർ കാർഡ് അവൾക്ക് കൊടുത്തത്. അങ്ങനെയാണ് സോഫിയുടെ ആ ഒരു പേഴ്സിൽ എന്റെ ആധാർ കാർഡ് വന്നത്. ആ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പോകുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കരീമിനല്ല അവന്റെ ഉപ്പാക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. പ്രായമായിട്ടുള്ള ഓരോ തന്തമാരുടെ അവസ്ഥയെ അയാളിപ്പോ പറയണേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ജോലിക്കൊന്നും വിടണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ പോലീസുകാർ കയറി വന്നു. ഇനി ഈ കുടുംബത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഇതും പറഞ്ഞിട്ട് അവൾ ഒരുപാട് ചീത്തയും പറഞ്ഞ് കാർക്കിച്ച് തുപ്പിയാണ് അയാളോട് പോകുന്നത്. അതായത് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള പഴയ ചിന്താഗതിക്കാരൻ. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അവൾ വല്ലാണ്ട് ഷോക്കായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ആ ഒരു ജോലിക്ക് പോകാനായിട്ട് അവൾക്ക് യാതൊരു താല്പര്യമില്ല. നിത്യയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫർഹാന് ജോലിക്ക് പോവാതെ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ കരീം പറയാണ്, നീ ജോലിക്ക് പോകണം. കാരണം പോവാതെ നീ ഇവിടെ നിന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അറിയാലോ, നീ ജോലിക്ക് പോവാതിരുന്നാൽ അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ടുപിടിക്കും. അതുകൊണ്ട് നീ പേടിക്കുന്നു വേണ്ട, ഞാൻ നിന്റെ കൂടെയല്ലേ, എല്ലാ ദിവസവും ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫർഹാനെ എല്ലാ ദിവസവും കരീം തന്നെ ആ ഒരു ഓഫീസിലേക്ക് കൊണ്ടാക്കുന്നത്. അങ്ങനെ അവൾ വീണ്ടും ആ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യാണ് കേട്ടോ. എന്നാൽ ഇതുപോലെ സോഫിയ മരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ അത് ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതുപോലെ പോലീസിൽ കംപ്ലൈന്റും കൂടെ കൊടുക്കും. അപ്പൊ ആ ഒരു റോള് ഇവിടെ വളരെയധികം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഫർഹാനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവളുടെ ഉള്ളിൽ ആ ഒരു അമ്പരപ്പ് അത് ഇതുവരെയായിട്ടും പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും മനസ്സിൽ ആ ഒരു ഷോക്കുണ്ട്. സോഫിയെ പോലെ ഞാനെങ്ങാനും അന്ന് അയാളുടെ കൂടെ പോയായിരുന്നെങ്കിൽ എന്റെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കുമല്ലോ. സോഫിയുടെ കാര്യം ആലോചിക്കും തോറും അവളുടെ ഉള്ളിൽ പേടി ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി കേട്ടോ. അതായത് സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ആനന്ദ് അയാളെന്നെ വിളിക്കല്ലേ എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അധികം വൈകാതെ ഈ ആനന്ദ് വീണ്ടും വിളിക്കുകയാണ്. ഇഷ, നീ എന്താ ഇവിടെ വരാത്തത്? ഞാൻ എത്ര തവണ വിളിക്കാൻ ശ്രമിച്ചതെന്ന് അറിയാം. അന്ന് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നീ വരാന്ന് പറഞ്ഞിട്ട് എന്താ നീ വരാതിരുന്നത്? ഇതേ സമയത്തിന് ഫർഹാന് പറയണം, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഷെയർ ചെയ്യില്ല, ഒരു അബദ്ധം പറ്റിപ്പോയി. അതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ ഓരോ സ്ഥലത്തേക്ക് വരാനൊന്നും എന്നെ കിട്ടില്ല, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന പോലെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചോ. ഇത് കേട്ടപ്പോ ആ ആനന്ദ് പറയാണ്, ഇഷ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അത്ര മോശമായിട്ടുള്ള ഒരാളാണോ? ഇത്രയും ദിവസമായിട്ട് മോശമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇത്ര മാന്യമായിട്ട് ഞാൻ നിന്നോട് സംസാരിച്ചേ, എന്നാൽ നീ എന്താ എന്നെ ഇപ്പൊ ഒരു റേപ്പിസ്റ്റിനെ കാണുന്നത് പോലെ ആ രീതിയിൽ സംസാരിക്കുന്നത്, അങ്ങനെ പെരുമാറുന്നത്? ഇഷ എന്താ നിനക്ക് പറ്റിയത്? എന്ത് മാറ്റം നിനക്ക് വന്നത്? ഈ സമയത്ത് ചെറിയൊരു ദേഷ്യത്തിൽ ഫർഹാന് പറയാണ്, എന്റെ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ സമ്മതിക്കണം. ഒന്നില്ലെങ്കിൽ സാധാരണ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ വെച്ചിട്ട് പോവുക. ഭയങ്കര ദേഷ്യം വന്ന ആനന്ദ് ഒന്നും പറയാതെ ഒരൊറ്റ കട്ടിയിലാണ് കേട്ടോ. അപ്പൊ തന്നെ മനസ്സിലാകാം ആനന്ദ് ഇപ്പൊ നല്ല ദേഷ്യത്തിലാണ്. അതുപോലെ ഈ ഒരു കോൾ സെന്റർ ഈ സെക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്നേ ഇല്ല. അതായത് ആനന്ദ് അവളോട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് കുറച്ചു നാളെങ്കിലും ഇവിടെ പിടിച്ചു നിന്നത്. ഇപ്പൊ ആ ഒരു ആനന്ദ് വിളിക്കാത്തതുകൊണ്ട് തന്നെ വേറെ കസ്റ്റമേഴ്സ് അവൾ വിളിക്കുന്നുണ്ട്. അവരോട് മറുപടി കൊടുത്ത് അവൾക്ക് മടുത്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ വരെ വിളിച്ചിട്ട് ഒരുമാതിരി വൃത്തികെട്ട വർത്താനം പറയും. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഫർഹാന ഈ ജോലി വേണ്ടാന്ന് വെക്കുക. ഈ സെക്ഷനിൽ നിന്നും പഴയതുപോലെ തന്നെ ബാങ്കിലെ കോൾ സെന്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. പക്ഷെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ട്രാൻസ്ഫറിംഗ് റിക്വസ്റ്റ് അവൾ മേടിക്കുന്നുണ്ട്. 1-2 ആഴ്ച വെയിറ്റ് ചെയ്യണം. അങ്ങനെ 1-2-3 ദിവസങ്ങളൊക്കെ അങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. പതിയെ ആ ആനന്ദിന്റെ ശബ്ദം അവൾക്ക് വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ പേഴ്സണലി അയാൾ വിളിച്ചൊന്ന് സംസാരിച്ചാലോ എന്ന് വരെ ഫർഹാന ഇപ്പൊ നിത്യയോട് ചോദിക്കുകയാണ് കേട്ടോ. നിത്യ പറയണം, എന്റെ പൊന്നു മോളെ വെറുതെ വള്ളിക്കേസ് പിടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിത്യ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ആളെ ഇപ്പോൾ ഫർഹാനെ വിളിക്കാനും നിന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഉണ്ട് ഈ പറഞ്ഞ ആനന്ദ് അവളെ തന്നെ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ അവൾക്കൊരു ഇച്ചിരി ആശ്വാസമാവുകയാണ്. ഹലോ ആനന്ദ്, സോറി കേട്ടോ, അന്ന് കുറച്ച് മോശമായിട്ട് ഞാൻ പെരുമാറി, അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇത് കേട്ടപാട് തന്നെ ഒറ്റയടിക്ക് ഈ ആനന്ദ് പറയാണ്, ഇഷ അത് നിന്റെ കള്ളപ്പേരല്ലേ, അതല്ലല്ലോ നിന്റെ യഥാർത്ഥ പേര്, നിന്റെ പേര് ഫർഹാന എന്നല്ലേ, നീ എന്താ കരുതിയത്? ബാക്കിയുള്ള എല്ലാ ആളുകളെയും പോലെ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഞാനെന്നോ? എന്നോട് വിളിച്ച് സംസാരിച്ച് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ് ഭക്ഷണം കൊണ്ടുവരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് എന്നെ നാണം കെടുത്തിയവളല്ലേ? നിന്റെ സകല ഡീറ്റെയിലും എനിക്കറിയാം. നിന്റെ പേര് ഫർഹാൻ, നീ താമസിക്കുന്നത് ആ സ്ട്രീറ്റിലാണ്. നിന്റെ ഭർത്താവിനും അതുപോലെ തന്നെ അവന്റെ ഉപ്പാക്കും ഒരു ചെരുപ്പ് കടയുണ്ട് അല്ലേ, പിന്നെ 3 മക്കളുണ്ട് നിനക്ക്. നിന്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കേട്ടപാട് ഫർഹാനെ ഞെട്ടിത്തെറിച്ച് പോകണം കേട്ടോ. അതായത് അവളുടെ വീടും അഡ്രസ്സും ഭർത്താവിന് വരെ ഈ ആള് കണ്ടുപിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ അവള് വേഗം ഫോൺ കെട്ടുകയാണ്. എന്നാൽ വീണ്ടും ഈ ആനന്ദ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ എന്നോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും എന്റെ ഫോണിൽ റെക്കോർഡഡ് ആണ്. ഞാനൊരു കാര്യം
കാര്യം ചെയ്യട്ടെ, നിന്റെ ഭർത്താവിന്റെ കട എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഓഡിയോ മുഴുവൻ കേൾപ്പിച്ചു കൊടുക്കട്ടെ, നല്ല രസമായിരിക്കും. ഇത് കേട്ടപ്പോണ്ടല്ലോ ഫർഹാനെ കിടന്ന് വെറുക്കാൻ തുടങ്ങുകയാണ്, വേർത്തൊലിക്കാൻ തുടങ്ങുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യാണ്. അന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു അന്തവും കുന്തവും ഇല്ലാതെ തല കറങ്ങിയ അവസ്ഥയിൽ അവളങ്ങനെ വരികയാണ്. ഭർത്താവായിട്ടുള്ള കരീം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരുന്നുണ്ട്. ആ കൊറിയർ വരുന്നത് ഇഷ എന്ന പേരിലാണ്. അങ്ങനെയാണെങ്കിൽ അത് അയച്ചത് ആരായിരിക്കും? ആ ആനന്ദ് തന്നെ. കാരണം ആനന്ദിനോട് ഇഷ എന്ന പേരാണ് ഫർഹാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ആ ഒരു കൊറിയർ വന്നത് ഫർഹാനെയും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കരീംബായി പറയണ ഇഷ എന്ന പേരുള്ള ആരും ഇവിടെ ഇല്ലല്ലോ, തൽക്കാലം ഇത് റിട്ടേൺ അടിച്ചു എന്ന് പറയണം. എന്നാൽ ഫർഹാനിക്ക് നന്നായിട്ട് അറിയാം അത് ആർക്ക് വന്ന കൊറിയർ ആണ്. അവളെ പേടിപ്പിക്കാൻ വേണ്ടി ആ ആനന്ദ് മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പൊ ഈ ഫർഹാനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? ആ ചെറിയ പയ്യനുണ്ടല്ലോ രാഹുൽ, അവൻ ആ ഒരു ഓഡിയോ എല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാഹുൽ വന്നിട്ട് ഫർഹാനോട് പറയാണ്, നിങ്ങൾ വെറുതെ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഈ ഒരു കോള് നമ്മുടെ ബോസിന് കാണിച്ചു കൊടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളുന്നേ. എന്നാൽ ഫർഹാൻ ആ ഒരു കാര്യം വേണ്ടാന്ന് പറയാണ്. അതെന്താണെന്ന് രാഹുൽ ചോദിച്ചപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു, അതായത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില വിവരങ്ങൾ ഞാൻ ആ ആനന്ദിന് കൊടുത്തു, അതെങ്ങാനും കമ്പനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ജോലി നഷ്ടമാവും, പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് തൽക്കാലം ഈ ഒരു കാര്യം നമ്മുടെ ബോസിനോട് പറയില്ലേ എന്ന് പറയണം. അങ്ങനെ ഒരു വിഷയം ആരോടും പറയാൻ പറ്റാത്ത വല്ലാതൊരു ഫ്രസ്ട്രേഷനിലാണ് ഫർഹാൻ ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് വീണ്ടും ആനന്ദ് അവളെ വിളിക്കുന്നുണ്ട്. ഫർഹാന, ഇന്നലെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ച ഗിഫ്റ്റ് അത് വാങ്ങിയില്ല അല്ലേ? അതുപോലെ ഇനിയും ഒരുപാട് ഗിഫ്റ്റുകൾ ഇഷ എന്ന പേരിൽ ഞാൻ അങ്ങോട്ടേക്ക് അയക്കട്ടെ? സോറി, ഇഷയല്ല, ഫർഹാന. അതായത് വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ച ആനന്ദ് വളരെ മാന്യനാണെന്ന് കരുതിയതാ. പക്ഷെ ആ ആളുടെ ഇപ്പോഴത്തെ ഓരോ സംസാരത്തിലും ഒരു സൈക്കോ, ഒരു ഭ്രാന്തൻ സംസാരിക്കുന്നത് പോലെ മുള്ളുവെച്ച മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് പേടിയാവാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലാക്ക് മെയിലും ഇതെല്ലാം കൂടിയായിട്ട് അവൾ ഒരു പരിവായി എന്ന് പറയാം. മാത്രമല്ല ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൾ ആരും ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെ അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സംഭവം അവൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ ചില ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആ ആളെ അവൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ഫർദ ഇട്ടുകൊണ്ട് അവളുടെ പിന്നാലെ വന്ന ആ ആള് അത് മറ്റാരും ആയിരുന്നില്ല, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കരീംബായി ആയിരുന്നു. ആ കാര്യം കണ്ട് അവളാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൾ അവിടെ വെച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഭർത്താവിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മനുഷ്യ, എന്നെ സംശയമാണോ, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവൾ വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നാൽ കരീമാണെങ്കിൽ ഒരു അക്ഷരവും മിണ്ടാതെ അവിടെ ഇരിക്കുന്നത്. ഫർഹാന് ചീത്തയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരീം എന്താ ചെയ്തേന്ന് അറിയോ? അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ്, അതിന്റെ ആ ഒരു ഡോറ് തുറന്നു വെച്ച് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്തുണ്ടല്ലോ ആ ഷെൽഫിൽ ഒരു കാര്യം കണ്ട് ഫർഹാന ഞെട്ടിപ്പോവാണ്. അതായത് അന്ന് ഈ ആനന്ദിനെ കാണാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഒരു ടിഫിൻ ബോക്സിൽ ഒരു ഇച്ചിരി ബിരിയാണി എടുത്തുകൊണ്ട് പോയില്ലേ, അന്ന് ബിരിയാണി കൊണ്ടുപോയി ആ ഒരു ടിഫിൻ ബോക്സ് എടുക്കാതെയാണ് ഫർഹാന് വന്നത്. ആ ടിഫിൻ ബോക്സ് ദാണ്ട് ഈ ഷെൽഫിൽ. അതിനർത്ഥം എന്താണ്? അന്ന് അവൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവളുടെ പിന്നാലെ തന്നെ കരീം ഉണ്ടായിരുന്നു, അയാളാണ് ഇത് എടുത്തത്. അന്ന് ഞാൻ അവിടെ പോയ വിവരം കരീം അറിഞ്ഞിട്ടുണ്ട്. ഈ കാര്യം മനസ്സിലാക്കി ഫർഹാന് വീണ്ടും ഞെട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ ഞെട്ടി 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 അവസാനം അവൾക്ക് അറ്റാക്ക് വരാത്തത് ഭാഗ്യം എന്ന് പറയാം. കാരണം ഈ ഒരു കോൾ സെന്റർ അവിടെ ജോയിൻ ചെയ്തത് മുതലേ ഇതുപോലെ ഒരുപാട് ട്വിസ്റ്റുകളാണ് അവളുടെ ലൈഫിൽ. പിന്നീട് ഒന്നും സംസാരിക്കാതെ കുറേ നേരം അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇന്നും ഫർഹാനെ ജോലിക്ക് കൊണ്ടുവിടുന്നത് കരീമാണ്. ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവളോട് കരീം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ബാങ്കിലെ കോൾ സെന്ററിൽ തന്നെയല്ലേ നീ വർക്ക് ചെയ്യുന്നത്, വേറൊരു ജോലിയല്ലല്ലോ? അത് തന്നെ എന്ന രീതിയിൽ തലയാട്ടി അവൾ പോകുന്നുണ്ട് കേട്ടോ. ഭർത്താവിനോട് ഉള്ള സത്യം പറയാൻ പറ്റുമോ? അതുപോലെ മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനിലൂടെയാണ് ഫർഹാന കടന്നു പോകുന്നത്. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ. അതിന്റെ പുറമെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ആനന്ദ് വിളിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഫർഹാൻ എന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് കരീം കണ്ടെങ്കിലും അതെന്തിനാ പോയെന്ന് മാത്രം അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഫർഹാനയിൽ അയാൾക്കൊരു വിശ്വാസമുണ്ട്, അത് ഫർഹാനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ കരീമിന്റെ ഉപ്പയുണ്ടല്ലോ, അയാളോട് അവരുടെ ചില കുടുംബക്കാരൊക്കെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഏഷണി മൂട്ടി കൊടുക്കുന്നുണ്ട്. കരീമിന്റെ 3 പിള്ളേര്, ആ പിള്ളേരെ ഒന്നും നോക്കാതെ അവൾ എങ്ങോട്ടെ ഈ ജോലി എന്ന് പറഞ്ഞിട്ട് തെണ്ടി നടക്കുന്നത്. പെണ്ണായിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കണം, അല്ലാതെ ചുമ്മാ ഇങ്ങനെ നാട് തെണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളടുത്ത് ഇങ്ങനെ മൂട്ടി കൊടുക്കുകയാണ്. ഇത് കേട്ട് ഇയാൾക്കും പ്രഷർ കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇയാളുടെ കൂടെ തന്നെ തൊട്ടടുത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഭർത്താവൊന്നും ഇല്ലാത്ത സ്ത്രീയാണ്. അപ്പൊ അവരോടും ഈ ഒരു കാര്യം ഇങ്ങനെ പറയാണ് ആര്, കരീമിന്റെ ഉപ്പ. അപ്പൊ അത് കേട്ടപാട് ആ സ്ത്രീക്ക് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ തന്ത ഈ പറയുന്നത്? എന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്റെ ചെറിയ പ്രായത്തിലേ മരിച്ചുപോയി, അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടാണ് എന്റെ കുടുംബത്തിനെ നോക്കിയത്. അന്ന് ഞാൻ ഇതുപോലെ ജോലി ചെയ്യാൻ ഇറങ്ങിയത് കൊണ്ടല്ലേ എന്റെ കുടുംബം ഇന്ന് പട്ടിണിയില്ലാതെ കിടക്കുന്നത്. ഇപ്പൊ ജോലി ചെയ്യാൻ പോകുമ്പോൾ ആണ് പെണ്ണ് എന്നൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ പഴയ ചിന്താഗതിയാടോ. ഈ പ്രായത്തിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് മാറ്റി വെക്കുന്ന ഈ തന്തയോട് പറയാണ്. അപ്പോഴാണ് ഈ തന്തയ്ക്കും കുറച്ചൊക്കെ ഒരു ബോധോദയം വരുന്നത് കേട്ടോ. ശരിയാണല്ലോ ഈ പറയുന്നത്, തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഫർഹാനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീണ്ടും അയാൾ അവളെ വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ആ ഒരു കോള് ഡൈവേർട്ട് ചെയ്ത് മറ്റുള്ള ലേഡീസിന് കൊടുക്കുന്നുണ്ട്. ആ നേരം ഫർഹാനയുടെ ഫോണിലേക്ക് ഡയറക്റ്റ് കോള് വരികയാണ്. പക്ഷെ വിളിച്ചത് ഈ ആനന്ദ് ആയിരുന്നില്ല, പകരം അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കരീമായിരുന്നു. കരീമിന്റെ ഫോണിൽ നിന്നാണ് കോള് വന്നത്. എന്നാൽ സംസാരിക്കുന്നത് ഈ ആനന്ദ്. ഫർഹാന ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവളുടെ ഭർത്താവിന്റെ ഫോണ്, കരീമിന്റെ ഫോൺ എങ്ങനെയാണ് ആനന്ദിന്റെ കയ്യിൽ വന്നത്? ആ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഫർഹാനയോട് പറയാണ്, ഒന്നുമില്ല, നിന്റെ ഭർത്താവിന് ചെറിയൊരു അപകടം സംഭവിച്ചു, അങ്ങനെയാണ് ഫോൺ എന്റെ കയ്യിലെത്തിയത്. അപകടം എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ്. അവൾ ആകെ പേടിച്ച് വീട്ടിലേക്ക് ഓടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ആക്സിഡന്റിൽ കരീമിന്റെ കാലിന് ചെറിയൊരു പരിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണക്കാരൻ ആ ആനന്ദ് തന്നെയാണ്. അതായത് അവളെ കുറിച്ചെല്ലാം മനസ്സിലാക്കി അവളോട് പകപോക്കുകയാണ്. എന്ന് എന്തിനാണ് ഈ രീതിയിൽ ആനന്ദ് അവളോട് പകപോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഘട്ടത്തിൽ ഫർഹാനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ എങ്ങനെ വിട്ടാ
കണ്ടാൽ ശരിയാവില്ല, കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഫർഹാനെ നിത്യയും കൂട്ടിയിട്ട് അവൾക്കൊരു ദിവസം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈ ആനന്ദ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തല്ലോ. അത് ഏത് കടയിൽ നിന്നാണെന്ന് മേടിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ ആ ഒരു കടയിലേക്ക് പോയി ആ ഒരു ഡേറ്റ് വെച്ച് അന്ന് ആ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ച് ആരാണ് ഈ സാധനം മേടിച്ചതെന്ന് പരമാവധി അവര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം ആ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ ഇവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റി. അതിലൂടെ അയാളുടെ ആ ഒരു ഫോൺ നമ്പറും എല്ലാം കൂടി ആയപ്പോൾ അയാളുടെ ആ ഒരു ഡീറ്റെയിൽ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. സോ അത് വെച്ച് ഇവർ ട്രേസ് ചെയ്ത് പോകുമ്പോൾ ആ നമ്പറുള്ള ആൾ ഇപ്പൊ ഒരു മോളിലാണ്. അതും ഇപ്പൊ ഫർഹാനെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ഇപ്പോൾ ഫർഹാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അയാളുടെ കയ്യിലുള്ള ആ ഒരു ഫോൺ അത് ഇനി അടിച്ചു മാറ്റലാണ് ഫർഹാനയുടെ ഉദ്ദേശം. കാരണം അത് അടിച്ചു മാറ്റി അതിലെ എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഫർഹാനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവള് ഈ ആനന്ദുമായിട്ട് സംസാരിച്ച ഓഡിയോ വെച്ചാണ് ആനന്ദ് അവളെ ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ആ ആളെ കണ്ടുപിടിക്കുകയാണ്. അതായത് വലിയ ആരോഗ്യവാനായിട്ടുള്ള ഒരു ഫ്രോഡോ അങ്ങനെയുള്ള ഒരാളായിട്ടൊന്നും കണ്ടാൽ തോന്നില്ല കേട്ടോ ഈ ആനന്ദിന്. ആനന്ദ് എന്ന് അവന്റെ ഫേക്ക് നെയിമാണ്. എന്തായാലും അവന്റെ അരികിലേക്ക് ചെന്ന് ഫർഹാനെ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയാണ്. അവൻ അവിടെ വീണുപോയ ആ ഒരു തക്കം നോക്കി അവന്റെ ഫോൺ എടുത്ത് അവിടെ ഓടുന്നുണ്ട്. ഇപ്പൊ നിലത്ത് വീണുപോയ ഈ ആനന്ദിന്റെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ വേഗം കണ്ണട എടുത്ത് കണ്ണിൽ വെക്കുന്നുണ്ട്. കണ്ണിന് സംഭവിച്ചത് മറ്റാരും അറിയാതിരിക്കാനായിരിക്കും. എന്തായാലും ഇതിനുശേഷം ഇവൻ നേരെ പോകുന്നത് കാറിലേക്കാണ്. കാറിൽ വെച്ച് അവന്റെ ഫോണ് അതിലത്തെ ഡാറ്റയെല്ലാം ഇവന്റെ ഈ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാണ്. എന്നിട്ട് അതിലെ എല്ലാ ഡാറ്റയും ലാപ്ടോപ്പിലേക്ക് വലിച്ചെടുത്ത് ഫോണിലുള്ള എല്ലാ ഫയൽസും ഡിലീറ്റ് ആക്കുകയാണ്. ഫർഹാൻ ഇപ്പൊ ആ ഒരു ഫോൺ കൊണ്ടുപോയിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആനന്ദിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ അടിച്ചു മാറ്റിയിട്ട് യാതൊരു ഉപകാരം ഉണ്ടായില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഈ ആനന്ദ് എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് ഫർഹാനയോട് ബിഹേവ് ചെയ്യുന്നത്? എന്നാൽ ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. ആനന്ദ് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ വളരെ മോശം വ്യക്തി ആയിരുന്നില്ല. അവൻ ഇതുപോലെ ഫർഹാനയോട് പക പോക്കാനുള്ളതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബിരിയാണി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഫർഹാൻ വന്നായിരുന്നല്ലോ. എന്നാൽ അന്നാണ് സോഫിയ മരണപ്പെടുന്നത്. അപ്പൊ ഇതും ഒരു ട്രാപ്പ് ആയിരിക്കും എന്ന് കരുതിയിട്ട് ആ ബിരിയാണി അവിടെ വെച്ച് ഫർഹാനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് ഈ ആനന്ദ് ഉണ്ടല്ലോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ട്രെയിനിലുണ്ടായിരുന്ന ഫർദ ധരിച്ച മറ്റൊരു മുസ്ലിം ലേഡിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇഷ എന്ന് പറഞ്ഞിട്ട് അവരെ തോളത്ത് കൈവച്ചു. എന്നാൽ അതവൻ കരുതുന്ന പോലെ ഇഷ അതായത് ഫർഹാനെ ആയിരുന്നില്ല, മറ്റൊരു സ്ത്രീയായിരുന്നു. ദേഹത്ത് കൈവച്ചത് കൊണ്ട് തന്നെ ഇയാളുടെ മുഖത്ത് നോക്കി ഒരേറ്റ അടി കൊടുക്കുകയാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും വളരെ രൂക്ഷമായിട്ട് ഇപ്പൊ ഈ ആനന്ദിനെ നോക്കുകയും ചെയ്തു. അങ്ങനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തി അപമാനിതനായിട്ട് അയാളെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഫർഹാനിയോട് ഇത്രയും മോശമായിട്ട് ആനന്ദ് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് അയാളുടെ ആ ഒരു പക നിൽക്കണമെങ്കിൽ ഫർഹാനിയോട് അല്ലെങ്കിൽ അയാൾ എന്താണോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തത് അത് തീർത്താലേ അയാളുടെ ആ ഒരു പക തീരുള്ളൂ. ഫർഹാനിക്കും ഈ ഒരു പ്രശ്നം തീർക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ഫർഹാനിയുടെ ഫോണിലേക്ക് ഇയാൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാര്യം പറയണം, ഇതൊക്കെ തീർക്കാം, ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിലേക്ക് വാ, എന്റെ ദേഷ്യം മുഴുവൻ തീർത്തിട്ട് ഞാൻ നിന്നെ വിട്ടോളാം, എന്റെ ഫോണിലുള്ള എല്ലാ ഓഡിയോ ഫയൽസും ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, അതിനു മുന്നേ ആദ്യം നീ എന്റെ വീട്ടിലേക്ക് വാന്ന് പറയാണ്. ഇപ്പൊ ഫർഹാന വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഈ ആനന്ദിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആനന്ദ് അവൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഫർഹാന പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവൾ കോണിംഗ് ബെൽ അടിച്ച ഒരേ സമയത്ത് തന്നെ ഫർഹാനയുടെ ഭർത്താവായിട്ടുള്ള കരീമിനെ ഈ ആനന്ദ് വിളിച്ചിട്ട് പറയണം, എടോ നിന്റെ ഭാര്യ ഇതാ എന്റെ വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു, ഇവിടുന്ന് പോയില്ല എന്ന് പറയുന്നത്. എന്താണ് നിന്റെ ഭാര്യയുടെ ഉദ്ദേശം? വേണമെങ്കിൽ വന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഫർഹാന വാതിൽ മുട്ടുന്നുണ്ടല്ലോ, ആ വാതിൽ തുറന്നു കൊടുത്ത് അവൾ ഉള്ളിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് ഫർഹാനയോട് ആനന്ദ് പറയുന്നുണ്ട്, നീ കാരണം ഞാൻ അനുഭവിച്ച ആ ഒരു നാണക്കേട് അത് എത്രത്തോളാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ അന്ന് നീ എനിക്ക് തന്ന പണിയുണ്ടല്ലോ അതിനേക്കാൾ ഒരു 10 ഇരട്ടിയായിട്ട് ഒരു പണി ഞാൻ നിനക്ക് തരുന്നുണ്ടടി, നീ കാത്തിരുന്നു എന്ന് പറയാണ്. ഇതേ നേരം തന്നെ പിന്നെയും ആരോ വന്ന് വാതിൽ മുട്ടുകയാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ കരീമായിരുന്നു. കരീമിനെ കണ്ട വാർഡ് തന്നെ അവളാകെ ഞെട്ടിപ്പോയി. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഫർഹാന ഉണ്ടല്ലോ ഈ ആനന്ദിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഈ ഒരു ബ്ലാക്ക് മെയിൽ കാരണം ആകെ എന്താ പറയാ ഭയങ്കര ഒരു മറ്റേ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ. അങ്ങനെ ഇവളുടെ ഈ ഒരു വിഷമം, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു കരച്ചില് ഇതെല്ലാം കണ്ട സമയത്ത് കരീം കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ആകെ തകർന്നു പോയ ഫർഹാന അന്ന് തന്നെ കരീമിനോട് എല്ലാം പറഞ്ഞായിരുന്നു. നിങ്ങൾ എന്നോട് നോർമലായിട്ട് ഇവിടുത്തെ കഷ്ടപ്പാടെന്നല്ലാതെ എന്തെങ്കിലും എന്നോട് സംസാരിക്കാറുണ്ടോ? ഒന്നും സംസാരിക്കാറില്ലല്ലോ. ഞാൻ അവിടെ പോയില്ലേ ഒരു ജോലിക്കായിട്ട്, ആ കോൾ സെന്ററിലെ ജോലി ഇതായിരുന്നു. കുറെ ആൾക്കാർ വിളിച്ച് എന്നോട് മോശമായിട്ട് സംസാരിക്കും. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ച് ഞാൻ ആ ഒരു ജോലി ഇട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ആ നേരത്ത് ആനന്ദ് എന്ന പേരിൽ ഒരാൾ എന്നെ വിളിച്ചു. ഒരുപാട് നല്ല രീതിയിൽ അയാള് ഞാനുമായിട്ട് സംസാരിച്ചു. എന്നാൽ പോകെ പോകെ അവന്റെ സ്വഭാവം മാറി. അവനിപ്പോ ആ ഓഡിയൊക്കെ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഈ കരീമിനോട് പറഞ്ഞപ്പോൾ കരീം യാതൊരു രീതിയിലും ചൂടാവുന്നില്ല കേട്ടോ. കാരണം തെറ്റ് കരീമിന്റെ ഭാഗത്തുകൂടെ ഉണ്ട്. ആ തെറ്റ് അവൻ അക്സെപ്റ്റ് ചെയ്യാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ കരീം പറയുന്നുണ്ട്, ഫർഹാന അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നീ പോയില്ലേ, അന്ന് നിന്റെ പിന്നാലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ലൈഫിലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം അത് നടക്കാൻ പോവാന്ന് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പേടിച്ചുപോയി, ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫർഹാന ഞാൻ തകർന്നു പോയാൽ. എന്നാൽ ഒരു പരിധി വരെ നിന്റെ ഈ ഒരു മാറ്റങ്ങൾക്ക് കാരണം അത് ഞാൻ തന്നെയാണ്. ഞാൻ നിന്നോട് നല്ല രീതിയിലൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല, നിന്നോട് സ്നേഹമാണ്, പക്ഷേ ഒരു ഭാര്യ എന്ന രീതിയിൽ നിനക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഒരു പരിധി വരെ ഞാൻ തന്നിട്ടില്ല. എന്തായാലും നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ എന്നോട് പറഞ്ഞല്ലോ, ഈ പ്രശ്നം
പ്രശ്നം നമുക്ക് അധികം വൈകാതെ തീർക്കാം. അതുപോലെ തന്നെ ഞാൻ ഇനി പുതിയൊരു ഭർത്താവായിരിക്കും. നിനക്ക് എന്താണോ ഞാൻ നൽകാതിരുന്നത് അതെല്ലാം ഞാൻ നൽകും. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ സ്വന്തം ഭാര്യ അവൻ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് ഇവർ നേരെ പോകുന്നത് അവരുടെ കടയിലേക്ക് വരുന്ന ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്കാണ്. വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു ലേഡി പോലീസ് പറഞ്ഞത്, ഓക്കെ, നമുക്ക് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം. അപ്പൊ ആ ഒരു തെളിവ് ഫർഹാന നീ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം ഒരു കാര്യം ചെയ്യും, ആ ആനന്ദ് വിളിക്കുന്ന സമയത്ത് നീ അയാളുടെ ആ ഒരു ഫോൺ കോൾ മുഴുവനായിട്ടും ഇനി മുതൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുക. അതുപോലെ തന്നെ അയാളെ കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് നിന്നെ വിളിച്ചു വരുത്തിക്കുക. അവിടെ പോകുന്ന സമയത്ത് അവിടെ അയാൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം റെക്കോർഡ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ പോലെ ഷൂട്ട് ചെയ്യുക. അപ്പൊ അതൊക്കെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ട്രാപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അവരുടെ ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് ഫർഹാൻ ഇപ്പോൾ ആനന്ദിന്റെ വീട്ടിലേക്ക് വന്നത്. അവന് പറഞ്ഞ എല്ലാ കാര്യം ഇവിടെ റെക്കോർഡഡ് ആണ്. ഫർഹാനയുടെ ഹസ്ബൻഡ് കരീം ഇങ്ങോട്ടേക്ക് വന്നത് പ്രധാനമായിട്ടും ഇവനെ പിടിക്കാൻ തന്നെയാണ്. കൂടെ തന്നെ പോലീസുകാരുണ്ട് കേട്ടോ. അധികം വൈകാതെ ആനന്ദിനെ അറസ്റ്റ് ചെയ്യാണ്. ദയാനന്ദ്, അതാണ് അവന്റെ യഥാർത്ഥ പേര്. തലയും താഴ്ത്തി. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ക്രിമിനലൊന്നും അല്ല അവൻ. എന്നാൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുള്ള, മാനസികമായിട്ട് ഇറിറ്റേഷനും ബുദ്ധിമുട്ടും സ്ട്രെസ്സൊക്കെ ഉള്ള ഒരാളാണ്. തെറ്റ് ചെയ്താൽ എന്തായാലും ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ആനന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫർഹാന അവൾ ആ ഒരു ജോലി നിർത്തിയൊന്നുമില്ല കേട്ടോ. കരീമിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. വീണ്ടും ആ ഒരു ജോലിക്ക് പോകണം. എന്നാൽ ആ ഒരു പഴയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കല്ല. പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല, മാന്യമായ ജോലി അത് ചെയ്യാലോ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ആ ഒരു ഫാമിലി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഫർഹാനയ്ക്കാണെങ്കിൽ ഇപ്പൊ നല്ലൊരു ജോലിയുണ്ട്. കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ മതിയെന്നേ. അങ്ങനെ ജീവിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.